എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും എന്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നു, നിങ്ങളിൽ നിന്നും എന്ത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഞാൻ രാവിലെ ഷോർട്സ് ആയിട്ട് ഇട്ടിരുന്നു. എന്താണ് കൂടുതലായിട്ട് അവർ നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം അല്ലേ. ഓർക്കുക, അതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളായിട്ട് റെസനേറ്റ് ആണോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കിയുള്ള വിട്ട് കളയുക കേട്ടോ. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ തീർച്ചയായും കോൺടാക്ട് ചെയ്തോളൂ, ചെയ്തു തരുന്നതാണ്. അപ്പോൾ റീഡിങ്ങിലേക്ക് പോയാലോ? നിങ്ങളുടെ പേഴ്സൻ്റെ ഹാൻഡ് റിട്ടൺ മെസ്സേജസ് കൂടി ലാസ്റ്റിൽ എടുത്തു തരാം കേട്ടോ. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ്? വാട്ട് ഡസ് മൈ വ്യൂവേഴ്സ് പേഴ്സൺ എക്സ്പെക്റ്റ് ഫ്രം ദം? എൻ്റെ വ്യൂവേഴ്സിൽ നിന്നും അവരുടെ പേഴ്സൺ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ്, പ്രതീക്ഷിക്കുന്നത് എന്താണ്? എൻ്റെ വ്യൂവേഴ്സിൽ നിന്നും അവരുടെ പേഴ്സൺ എൻ്റെ വ്യൂവേഴ്സിൽ നിന്നും അവരുടെ പേഴ്സൺ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഒരു ഷോപ്പിലോട്ട് ചെയ്യട്ടെ. എടുക്കട്ടെ. Nine of Pentacles, Queen of Cups, Six of Wands, Page of Wands, ശരി. Lovers, Sun, സ്റ്റാർ, അതാണ് എല്ലാം പോസിറ്റീവ് കാര്യങ്ങളാണ്. സെവൻ ഓഫ് പെൻഡക്കിൾസ്, ഏസ് ഓഫ് കപ്സ്, വാവ്, സ്ട്രെങ്ത്, ടെൻ ഓഫ് പെൻഡക്കിൾസ്, ത്രീ ഓഫ് വാൻഡ്സ്, ഫോർ ഓഫ് പെൻഡക്കിൾസ്. ഓക്കെ, നയൻ ഓഫ് പെൻഡക്കിൾസ് വെച്ചാൽ നിങ്ങളുടെ കാര്യം നന്നായി, സ്വന്തം കാര്യം നന്നായി ശ്രദ്ധിക്കണം. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് എന്ന്. നിങ്ങളെ തന്നെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള വെൽബീയിങ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്ന് തന്നെയാണ്. സെൽഫ് ലവ് ചെയ്യണം, നല്ലതായിട്ട് ഡ്രസ്സ് ചെയ്യണം, നല്ലതായിട്ട് ജോലി ചെയ്യണം. ജോലിയൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ജോലി കണ്ടുപിടിക്കണം, സ്വയം സമ്പാദിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം, സെൽഫ് റെസ്പെക്റ്റ് ചെയ്യണം എന്നെല്ലാം നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ വരണം. എല്ലാവരും നിങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ മിഴിച്ച് നിൽക്കണം. അതുപോലത്തെ ഒരു പേഴ്സണാലിറ്റി ആയിട്ട് നിങ്ങൾ മാറണം. കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ പഠിക്കണം എന്നെല്ലാം നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ പ്രതി എന്താ പറയുക, അവർ ഭയങ്കര ഇമോഷണലാണ്, ഇമോഷണലി അറ്റാച്ച്ഡാണ്. അതുപോലെ തന്നെ നിങ്ങളും അവരെ പ്രതി ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരിക്കണം എന്നവർ കരുതുന്നുണ്ട്. ഒരേപോലത്തെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് പരസ്പരം നിങ്ങൾ കീപ്പ് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അതായത് പൂർണ്ണമായിട്ടും വെറും ഒരു ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമല്ലാതെ പൂർണ്ണമായി മാനസികമായിട്ട് അറ്റാച്ച്മെൻ്റ് ആണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ നിന്നും. ഓക്കെ, അതുപോലെ അവർ നിങ്ങൾ അവർക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഡെയിലി പ്രാർത്ഥനയിൽ അവരെ കൂടെ ഉൾപ്പെടുത്തണം. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അവർക്ക് നല്ലത് വരും എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അവർക്ക് അങ്ങനെ ഒരു വിശ്വാസമാണ്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നല്ല ഫലമുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നവർ ആഗ്രഹിക്കുന്നു. പിന്നെ എന്നും കമ്മ്യൂണിക്കേഷൻ, ഒരു മെസ്സേജെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്നും അവർക്കായിട്ട് ഉണ്ടായിരിക്കണം. അവർ മൊബൈൽ എടുത്ത് നോക്കിക്കൊണ്ടേയിരിക്കണം നിങ്ങളുടെ മെസ്സേജ് ഉണ്ടോ, കോളുണ്ടോ എന്നുള്ള രീതിയിൽ. എങ്ങാനും കോളോ മെസ്സേജോ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു അപ്ഡേറ്റ് വഴിയെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ അവരെ അറിയിക്കണം. ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ വഴിയോ എന്തെങ്കിലും രീതിയിൽ അവർക്കൊരു അപ്ഡേറ്റ് നിങ്ങൾ കൊടുക്കണം. നിങ്ങളുടെ വേറെ ബോട്ട്സിനെ പറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഓക്കെ അല്ലേ എന്നൊക്കെ അവർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. എന്തെങ്കിലും രീതിയിൽ അവരെ കോണ്ടാക്ട് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അവരെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. നിങ്ങളങ്ങനെ പറയുന്ന കേൾക്കാൻ അവർക്ക് ഇഷ്ടമാണ്. നിങ്ങളെപ്പോഴും പറയണം, അവരും പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, അവരെ വിട്ടു പോകാൻ നിങ്ങൾക്ക് പറ്റില്ല എന്നൊക്കെ നിങ്ങൾ അവരുടെ അടുത്ത് ഇങ്ങനെ തുടർച്ചയായിട്ട് പറയണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. സ്നേഹം വെളിപ്പെടുത്തണം എന്ന്. ഓക്കെ,
സൺ വെച്ച് നിങ്ങളെന്നും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് അവർ ആഗ്രഹിക്കേണ്ടത് കേട്ടോ. എപ്പോഴും നെഗറ്റീവ് തോട്ട്സ് വെച്ചുകൊണ്ടിരിക്കാതെ എല്ലാം നല്ലതിനാണ്, സംഭവിക്കുന്ന എല്ലാം നല്ലതിനാണ്, ഇനി മുന്നോട്ടും നല്ലത് മാത്രമേ നടക്കുകയുള്ളൂ എന്ന് ഉറച്ച് വിശ്വസിക്കണമെന്ന് അവർ ആഗ്രഹിക്കേണ്ടത്. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണം, ഹെൽത്തി ആയിട്ടിരിക്കണം എന്നൊക്കെയാണ് അവരുടെ ആഗ്രഹം. നന്നായി എന്താ പറയുക, നിങ്ങൾ മാത്രമല്ല നിങ്ങൾക്ക് ചുറ്റിനുമുള്ളവരെയും നിങ്ങൾ ഹാപ്പി ആയിട്ട് വെക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അവിടെയും നിങ്ങൾ ശോഭിക്കണം, അറിയപ്പെടുന്ന ഒരു വ്യക്തിയാവണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ റീൽസൊക്കെ ക്രിയേറ്റ് ചെയ്യണം, റീൽസൊക്കെ ഹിറ്റാവണം, അങ്ങനെയൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ കാണാനും നല്ല രസമായിരിക്കണം, നിങ്ങളെ കണ്ട് നിങ്ങൾക്ക് കുറേ ആരാധകരുണ്ടായിരിക്കണം, അങ്ങനെയൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഒരു സെലിബ്രിറ്റിയെ പോലെ നിങ്ങൾ നിൽക്കണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ നിങ്ങൾ അവരുടെ ലക്കി ചാമാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭാഗ്യദേവത എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ആ ഭാഗ്യം അവർക്ക് ലൈഫിൽ എന്നും വേണം. അതുകൊണ്ട് തന്നെ നിങ്ങളെന്നും അവരുടെ കൂടെ ഉണ്ടായിരിക്കണം, വിട്ടുപോകരുത് എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ജോലിയിലേക്ക് നല്ലപോലെ ശ്രദ്ധിക്കണം എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. കാരണം അവർ ശ്രദ്ധിക്കേണ്ട, അവർ ഹാർഡ് വർക്ക് ചെയ്യേണ്ട, അവർ അവരുടെ കരിയറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വേണ്ട പോലെ ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളും ചെയ്യണം, അവിടെ ഒരു ശ്രദ്ധക്കുറവ് പറ്റരുത് എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ നല്ല പേരെടുക്കുന്നതാണ് അവർക്ക് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ജോലിയിലേക്കും കൂടി നിങ്ങൾ അവരെ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ ജോലിയിലേക്കും ശ്രദ്ധിക്കണം എന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് സ്നേഹം നിങ്ങൾ അവർക്ക് വേണ്ടി കീപ്പ് ചെയ്യണം. ലവേഴ്സ് പറഞ്ഞു, ഏസ് ഓഫ് കപ്സ്, അതിലേറെ മനസ്സ് നിറഞ്ഞു കവിയുന്ന പോലെ നിങ്ങളവരെ സ്നേഹിക്കണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. ലവേഴ്സ് വെച്ചിട്ട് നമുക്ക് പറയാം, സ്വല്പം ഒരു ഫിസിക്കൽ ടച്ചും കൂടി അലവ് ചെയ്ത് കൊടുക്കണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് കെട്ടിപ്പിടിക്കാനോ എല്ലാം, അത് കൂടുതൽ ഞാൻ പറയുന്നില്ല. ഫിസിക്കലി കുറച്ച് അറ്റാച്ച്ഡ് ആവാൻ നിങ്ങൾ സമ്മതിക്കണമെന്നും അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ എപ്പോഴും അക്ഷമയായിട്ടിരിക്കാതെ കാര്യങ്ങൾ അതിൻ്റേതായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട സ്പേസ് കൊടുക്കുക. അതേപോലെ ക്ഷമയോടെ നിൽക്കേണ്ടവിടെ ക്ഷമയോടെ നിൽക്കുക. എടുത്തു ചാടി ഇപ്പോൾ ഒരു ദിവസം ഒരു മെസ്സേജ് അയക്കാൻ പറ്റിയില്ല, അത് ഉടനെ ഓവർ തിങ്ക് ചെയ്ത് അത് കുറ്റപ്പെടുത്തി അങ്ങനെയൊന്നും ചെയ്യാതെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും എന്ന് മനസ്സിലാക്കുക, ഒരു സ്പേസ് കൊടുക്കുക, അല്പം ക്ഷമ കാണിക്കുക എന്നുള്ളതും നിങ്ങളിൽ നിന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഓവർ പൊസസീവ്നെസ് പാടില്ല, മനസ്സിലായില്ലേ? അവർക്ക് അവരുടേതായ സ്പേസ് നിങ്ങൾ കൊടുക്കണം, അവരുടെ ബുദ്ധിമുട്ടുകളും നിങ്ങൾ മനസ്സിലാക്കണം എന്ന് അവർ പറയുന്നു. ഓക്കെ, പിന്നെ ഇനി ഉള്ളത് കുറച്ച് ആൾക്കാർക്കുള്ളതായിരിക്കും. എന്ന് വെച്ചാൽ ചിലരുടെ ലൈഫിൽ ഒരു ഫാമിലി ഉണ്ട്, ഏത് സൈഡിൽ, ഒന്നുമില്ല നിങ്ങളുടെ ഭാഗത്തായിരിക്കാം, അല്ലെങ്കിൽ അപ്പുറത്തായിരിക്കാം, അല്ല രണ്ട് സൈഡിലും ആയിരിക്കാം. അവർ ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവിടെ ആ കുടുംബത്തിനും കൂടി പ്രാധാന്യം നിങ്ങൾ കൊടുത്ത് തന്നെ മുന്നോട്ട് പോകണം. അവിടെ ഒരിക്കലും ഒരു നെഗ്ലക്റ്റ് വരരുത്. അവരെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് മാത്രമായിട്ട് വരാൻ അവർക്കോ നിങ്ങളുടെ കുടുംബത്തിനെ ഒഴിവാക്കിയിട്ട് അവർക്ക് മാത്രമായിട്ട് നിങ്ങൾക്കോ അങ്ങനെ വേണ്ട. രണ്ടുപേരും തന്നെ അവരവരുടെ റെസ്പോൺസിബിലിറ്റീസ് കൃത്യമായിട്ട് ചെയ്യണം. കുടുംബത്തോടുള്ള ആ ഒരു കരുതൽ അത് തീർച്ചയായിട്ടും ചെയ്യണം. അതിനുശേഷം റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിൽ ചിന്തിക്കണമെന്നാണ് അവർ കരുതുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങളുടെ കുടുംബത്തോട് നിങ്ങൾ ഒരിക്കലും ഒരു അവഗണന കാണിക്കരുത്, അവിടെയും ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്നവർ ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ആർക്കും ഉപദ്രവം ഉണ്ടാക്കരുത് എന്നർത്ഥം, മനസ്സിലായോ? നിങ്ങൾ അവരെ പ്രതി കുറച്ച് പൊസസീവായിട്ട് ബിഹേവ് ചെയ്യണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ സേവിങ്സിലൊക്കെ ശ്രദ്ധിക്കണമെന്നും, ഒരുപാട് പൈസ ചിലവാക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പാടില്ല, സേവിങ്സിലേക്ക് കൂടി ശ്രദ്ധിക്കണം. അതേപോലെ ഇവരുടെ കാര്യത്തിൽ ഒരു കരുതൽ നിങ്ങൾ കാണിക്കണം, അതേപോലെ കുറച്ച് പൊസസീവായിട്ട് ബിഹേവ് ചെയ്യണം എന്നും അവർ കരുതുന്നുണ്ട് കേട്ടോ. അവർ നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പെരുമാറണം. നിങ്ങൾ പറഞ്ഞു കേൾക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട്, അങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞ് നിങ്ങളുടെ വാക്കാൽ പറഞ്ഞു കേൾക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട് എന്നും അവർ പറയുന്നു. 8 ഓഫ് കപ്സ് വെച്ച് നിങ്ങൾ ദൂരദിക്കിലൊക്കെ ആണെങ്കിൽ ഇവരെ കാണാനായിട്ട് നിങ്ങൾ വരണം എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നർത്ഥം. നിങ്ങളുടെ ഒപ്പം ഒന്ന് അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ പോയി ഒന്ന് പ്രാർത്ഥിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട്. ഒരുമിച്ച് പോയിട്ട്
പ്രാർത്ഥിക്കണം എന്നവർക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ വരണം, ഏതെങ്കിലും ഒരു ദിവസം സമയം കണ്ടെത്തണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഒരു കുറച്ച് സമയം സ്പിരിച്വലായിട്ട് ഉള്ളൊരു കാര്യത്തിനാണ്. അമ്പലത്തിൽ പോകാനോ പള്ളിയിൽ പോകാനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അവിടെ ഒരുമിച്ച് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം എന്ന് അവർ വിചാരിക്കേണ്ടത്. പ്രാർത്ഥിക്കണം, ഒരുമിച്ച് പ്രാർത്ഥിക്കണം. റിലേഷൻഷിപ്പ് എല്ലാ തടസ്സങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ ലൈഫ് ലോങ് അവരുടെ പാർട്ട്ണറായിട്ട് കൂടെ ഉണ്ടായിരിക്കണം എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ കുഞ്ഞുങ്ങളുടെ അച്ഛൻ അമ്മ സ്ഥാനത്ത് നിങ്ങൾ മതി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ കെയർ, സ്നേഹം, കരുതൽ എല്ലാം അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അത് ലൈഫ് ലോങ് കിട്ടിക്കൊണ്ടിരിക്കണം എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ അത് പറയണം അവരുടെ അടുത്ത്, എന്നും കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളത് നിങ്ങൾ പറയും എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, തൽക്കാലം വളരെ കരുതലോടുകൂടി, വളരെ സൂക്ഷ്മതയോടുകൂടി, വളരെ ഗോപ്യമായിട്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റാരും ഇപ്പോൾ അറിയരുത് എന്നുള്ള രീതിയിൽ. ഓക്കെ, വളരെ സൂക്ഷിച്ച് മാത്രം, പരിസരം എല്ലാം ശ്രദ്ധിച്ച് മാത്രം റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ എന്നും അവരെ മിസ് ചെയ്യുന്നു എന്ന് പറയണം, അതൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട്. അവർ നിങ്ങളെ മിസ് ചെയ്യാറുണ്ട്. അതേപോലെ നിങ്ങളും തമ്മിൽ കാണാതിരിക്കുമ്പോൾ അവരെ മിസ് ചെയ്യുന്നു എന്ന് പറയണം എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഒരു 3-4 കാർഡ് ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഷഫിൾ ചെയ്യുന്ന കൂടുതൽ എനർജീസ് കണക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് നിങ്ങളുടെ ഒപ്പം എവിടെയെങ്കിലും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഒരു ചെറിയ യാത്രയൊക്കെ പോയാൽ കൊള്ളാമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അതായത് നിങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് കുറച്ച് സമയം ഒറ്റയ്ക്ക് ഇരുന്നൊന്ന് സംസാരിക്കാനൊക്കെ ആയിട്ട് ഒരു എന്താ പറയുക, ഷോർട്ട് ട്രിപ്പ് പോലെ അങ്ങനെ എവിടെയെങ്കിലും ഒന്ന് പോകാൻ അവർക്ക് ആഗ്രഹമുണ്ട് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, സുഹൃത്തുക്കൾ കൂടെ ഉണ്ടായിരുന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. യാത്രയിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകാൻ മടിയുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ കൂടെ വന്നാലും അവർക്ക് പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്, അതിൻ്റെ ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് എഫേർട്ട് വേണമെങ്കിലും ഇടാൻ തയ്യാറാണെന്ന് അവരോട് പറയണമെന്നും അവർ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എഫേർട്ട് എടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. റീയൂണിയൻ തീർച്ചയായും ആഗ്രഹിക്കുന്നു. തമ്മിൽ കാണാൻ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, തമ്മിൽ കണ്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. കാണുന്ന സമയത്ത് നിങ്ങൾ അല്പം റൊമാൻറ്റിക് ആയിട്ടൊക്കെ പെരുമാറണം എന്നും അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. അവരെ നോക്കിയിരിക്കുക, അവരെക്കുറിച്ച്, അവരുടെ അപ്പിയറൻസിനെ കുറിച്ച് നല്ലത് പറയുക, കുറച്ച് സ്നേഹമായിട്ട് സംസാരിക്കുക, അങ്ങനത്തെ പെരുമാറ്റങ്ങളൊക്കെ അവർ നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. കിങ് ഓഫ് വാൻസ് ആൻഡ് ക്വീൻ ഓഫ് വാൻസ്. ഒരു കപ്പിൾ എന്നുള്ള രീതിയിൽ പെരുമാറണം പറയാമോ എന്ന് എനിക്കറിയില്ല. ഫിസിക്കലി കണക്റ്റഡ് ആവണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് തമ്മിൽ കാണുന്ന സമയത്ത് കേട്ടോ. പറയാമോ എന്ന് എനിക്കറിയില്ല, ഒഫൻസീവായിട്ട് തോന്നിയെങ്കിൽ ക്ഷമിക്കുക. പക്ഷെ കാണുന്ന പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഒരു കപ്പിളായിട്ട് പെരുമാറണം, അതായത് ഫിസിക്കലി കണക്റ്റഡ് ആവണം എന്നവർ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഒരേ ഒരു കാർഡ് കൂടെ എടുക്കാം. ലാസ്റ്റ് കാർഡ് ഷഫിൾ ചെയ്ത്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നതെന്ന് അവരുടെ അടുത്ത് പറയണം. അതായത് കളിതമാശയല്ല നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ്. നിങ്ങളെല്ലാം ആലോചിച്ച്, പല ഡിഫറൻസസ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കും, അതെല്ലാം ആലോചിച്ച് ഉറച്ച തീരുമാനമാണ് നിങ്ങൾ അവർക്ക് വേണ്ടി എടുത്തിരിക്കുന്നതെന്ന് നിങ്ങൾ പറയണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അതായത് ചുമ്മാ ഒരു കളിതമാശയ്ക്ക് ടൈം പാസിന് വേണ്ടിയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് അല്ല നിങ്ങൾക്കിത്. നിങ്ങളിത് വളരെ സീരിയസ് ആയിട്ട്, ജെന്യുവനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പാണ് എന്ന് നിങ്ങൾ പറയണമെന്ന് ഇവർ തീർച്ചയായും ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവർ സീരിയസ് ആണ് റിലേഷൻഷിപ്പിൽ. ഓക്കെ, അതൊരു കളിതമാശയായിട്ട് കാണാൻ, ലൈറ്റായിട്ട് കാണാൻ അവർക്ക് ആഗ്രഹമില്ല. അപ്പം നിങ്ങളിൽ നിന്നും ആ ഒരു ഉറപ്പ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഹാൻഡ് റിട്ടൺ മെസ്സേജസ് കൂടെ എടുത്തു തരാം. ഹാൻഡ് റിട്ടൺ മെസ്സേജസ് ബാഗിലിട്ട് തന്നെ മിക്സ് ചെയ്തു കേട്ടോ. കുറച്ച് എടുത്തു തരാം. ഓക്കെ, ഡോണ്ട് ബി ആംഗ്രി വിത്ത് മീ, ഐ എം ഹെൽപ്ലെസ്. അവരോട് ദേഷ്യപ്പെടല്ലേ,
അവർ ചില സിറ്റുവേഷൻസിൽ സ്റ്റക്കാണ് എന്നവർ പറയുകയാണ് കേട്ടോ. ത്രോട്ട് ചക്ര ബ്ലോക്ക്ഡ്, നിങ്ങളുടെ പേഴ്സൻ്റെ ത്രോട്ട് ചക്ര ബ്ലോക്ക്ഡ് ആയിട്ട് കാണേണ്ട ഹീലിങ്ങിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. ടോറസ്, ഇടവരാശി, ഡിവൈൻ ടൈമിങ്ങിലെല്ലാം ശരിയാകുമെന്ന് നിങ്ങളുടെ പേഴ്സൺ പറയുന്നു. ഓക്കെ, നമ്പേഴ്സ് 6, 15, 24. അക്വേറിയസ്, കുംഭരാശി, നമ്പേഴ്സ് 1, 10. ഐ ടോക്ക് ടു എ ലോട്ട് ഇൻ മൈ ഹെഡ്. അവരുടെ മനസ്സുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ടെലിപ്പതിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, ഒരുപാട് സംസാരിക്കാറുണ്ടെന്ന് പറയുക. യു ആർ സോ മിസ്റ്റീരിയസ്. നിങ്ങളുടെ വികാരം എന്താണെന്ന് അവർക്ക് പിടികിട്ടിയിട്ടില്ല, നിങ്ങളെ പിടികിട്ടിയിട്ടില്ല. ഓക്കെ, യു ആർ എൻ ഏഞ്ചൽ. നിങ്ങളൊരു ഏഞ്ചലാണ്, മാലാഖയാണെന്ന് പറയുകയാണ്. സ്കോർപിയോ, വൃശ്ചിക രാശി. 2 souls, 1 heart with you. I choose love every single day. നിങ്ങളുടെ സ്നേഹം മതി, നിങ്ങളുടെ ഇതൊരു സോൾ കണക്ഷനാണെന്ന് അവർ ഫീൽ ചെയ്യുന്നു കേട്ടോ. ലിബ്ര, തുലാരാശി. ഐ കാൺട്ട് സ്ലീപ്പ് അറ്റ് നൈറ്റ്. ഓവർ തിങ്കിങ്ങിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. ജമുനായി, മിഥുന രാശി. ഹാവ് യു മൂവ്ഡ് ഓൺ? നിങ്ങളവരെ വിട്ടു പോകാൻ തീരുമാനിച്ചോ? ഐ എം സോറി ഐ ഹേർട്ട് യു. നിങ്ങളെ അവർ വേദനിപ്പിച്ചെങ്കിൽ അവർ സോറി പറയുകയാണ് കേട്ടോ. 11 വിഷ് ഫുൾഫിൽമെൻറ്റ്. ചിലർക്കെങ്കിലും ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് വരുന്നതായിട്ട് കാണുന്നു. ഐ എം നോട്ട് ഏബിൾ ടു മൂവ് ഓൺ. അവർക്ക് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുകയാണ്. ഐ ഫോർഗെറ്റ് മൈ സെൽഫ് വെൻ ഐ ലുക്ക് ഇൻ ടു യുവർ ഐസ്. നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അവർ സ്വയം മറന്നു പോകുന്ന അവസ്ഥയാണ്. വാർണിംഗ്, ലുക്ക് ഫോർ റെഡ് ഫ്ലാഗ്സ്. ചുറ്റും ശ്രദ്ധിക്കാനാണ് പറയുന്നത്. യുവർ ഹാൻഡ്സ് ആർ ബ്യൂട്ടിഫുൾ. നിങ്ങളുടെ കൈകൾ സുന്ദരമാണെന്ന് പറയാം. യുവർ വോയിസ് ആസ് മാജിക് ഇൻ ഇറ്റ്. ഐ ലവ് ടു ഹിയർ യു. നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നു. ഐ എം ജെലസ്. കുശുമ്പ് തോന്നുന്നുണ്ടെന്ന് പറയുക. നമ്പർ 7, 16, 25. ലവ് യുവർ സ്മൈൽ, കീപ് സ്മൈലിങ്. നിങ്ങളുടെ ചിരി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പോഴും ചിരിക്കുമെന്ന് പറയുകയാണ്. ഐ ലവ് യു. അത് എക്സ്പ്ലെയിൻ ചെയ്യണോ? ഐ ജസ്റ്റ് കാൻ ലവ് എനി വൺ എനി മോർ. നിങ്ങളെ അല്ലാതെ മറ്റാരെയും സ്നേഹിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഐ വോണ്ട് ടു കം ഇൻ ടു ബാലൻസ് വിത്ത് യു. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിരച്ചവയെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് അവരുടെ ആഗ്രഹം. പാസ്റ്റ് ലൈഫ് കണക്ഷൻ, ഐ എം യുവേഴ്സ് ഫോർ എവർ. നിങ്ങളുടെ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, അവർ നിങ്ങളുടേത് മാത്രമാണ് എന്ന് പറയുകയാണ്. വിർഗോ, കന്നി രാശി. ഐ എം തിങ്കിങ് അബൌട്ട് യു റൈറ്റ് നൗ. നിങ്ങളിത് കാണുന്ന സമയത്ത് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഐ റെസ്പെക്റ്റ് യു ഇമ്മൻസ്ലി. നിങ്ങളെ പ്രതി അവർക്ക് വല്ലാത്ത ബഹുമാനവും ഉണ്ട് കേട്ടോ. പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. കണ്ടോ, നമുക്ക് റീഡിങ്ങിൽ വന്നിരുന്നില്ലേ, പാസ്റ്റ് ലൈഫ് കണക്ഷൻ. ഐ ഫീൽ ലൈക്ക് വി ഹാവ് നോൺ ഈച്ച് അതർ ബിഫോർ. വീണ്ടും പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന് അവർക്ക് തോന്നാറുണ്ടെന്ന് പറയുന്നു. ക്യാൻ വി ടോക്ക്? ഓഫ് കോഴ്സ്, സംസാരിക്കൂ, വിളിക്കൂ അല്ലേ. ബ്ലെസ്ഡ് ടു ഹാവ് യു ഇൻ മൈ ലൈഫ്. നിങ്ങൾ അവരുടെ ജീവിതത്തിലുള്ളത് അവർക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നാറുണ്ട്. യു ആർ മൈ ലക്കി ചാം. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു അല്ലേ റീഡിങ്ങിൽ. ഗുഡ് ന്യൂസ് ഈസ് കമ്മിങ്. ചിലർക്ക് നല്ല വർത്തമാനം വരുന്നുണ്ട്. ആർ യു ഹാപ്പി വിത്തൗട്ട് മീ? അവരില്ലാതെ നിങ്ങൾ ഹാപ്പിയാണോ? ഒബ്സെസ്ഡ് വിത്ത് യുവർ തോട്ട്സ്. നിങ്ങളുടെ ചിന്തകൾ നിർത്താൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇവർ. ഐ മിസ് യുവർ വോയിസ്, പ്ലീസ് കോൾ മീ. നിങ്ങളോട് സംസാരിക്കണമെന്ന് അവർ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. യു ആർ മൈ സ്റ്റാർ. നിങ്ങൾ അവരുടെ താരമാണെന്ന് പറയുന്നത്. ന്യൂ ലവ്. ചിലർക്കെങ്കിലും ഒരു പുതിയ പ്രപ്പോസൽ പ്രതീക്ഷിക്കാം കേട്ടോ. ന്യൂ ബിഗിനിങ്സ്, ഞാൻ പറഞ്ഞില്ലേ, പുതിയ തുടക്കങ്ങൾ. അതൊരു മാരേജ് പ്രപ്പോസൽ ആവാനും സാധ്യതയുണ്ട്. ഐ മിസ് യു. അവർ നിങ്ങളെ മിസ് ചെയ്യുന്നു. പ്ലീസ് ഡോണ്ട് ഗിവ് അപ്പ് ഓൺ മീ. അവരെ വിട്ട് കളയരുതേ, ഉപേക്ഷിക്കരുതേ പറയുകയാണ്. യു ആർ സോ പെർഫെക്റ്റ്. നിങ്ങൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് അവർ പറയുന്നു. ലെറ്റ്സ് മീറ്റ് ആൻഡ് ബി ഓണസ്റ്റ് വിത്ത് ഈച്ച് അതർ. തുറന്ന് സംസാരിക്കാം തമ്മിൽ കണ്ട് എന്നാണ് പറയുന്നത്. ഐ ബറി മൈസെൽഫ് ഇൻ വർക്ക് ടു ഫോർഗെറ്റ് അബൌട്ട് യു. കൂടുതൽ ജോലി ചെയ്ത് നിങ്ങളെ മറക്കാൻ ശ്രമിക്കുകയാണ്. മറക്കാനല്ല, മനസ്സിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പ്ലീസ് മൂവ് ഓൺ ഇൻ യുവർ ലൈഫ്.
ജോലിയിലേക്കും മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുക കേട്ടോ. ഒരു ഭാഗത്ത് സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. റിലേഷൻഷിപ്പ് എവിടെയും പോകുന്നില്ല, അവിടെ തന്നെ ഉണ്ട്. മറ്റു കാര്യങ്ങളിലേക്കും കൂടി ശ്രദ്ധിക്കുക. ഐ എം ഹെൽപ്ലെസ്, ഐ ഹാവ് റെസ്പോൺസിബിലിറ്റീസ്. ഇത് രണ്ടും സ്പെസിഫിക്കലി ആയിട്ടുള്ള ആർക്കും ഉള്ളതാണ്. ചിലർ ടോട്ടലായിട്ട് റെസ്പോൺസിബിലിറ്റീസിൽ സ്റ്റക്കാണ്. അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ തിരിച്ചു വരാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുന്നു. നമ്പേഴ്സ് 2, 11. നത്തിങ് റിയലി മേക്ക് സെൻസ് വിത്തൗട്ട് യു. നിങ്ങൾ കൂടെ ഇല്ലാതെ ഒന്നിലും ഒരു അർത്ഥമില്ല എന്ന് പറയുകയാണ് കേട്ടോ. ഫോളിങ് ഫോർ യു ന്യൂ ലവ്. ഐ ക്യാൻ സ്റ്റിൽ ഫീൽ യു. നിങ്ങളുടെ പ്രസൻസ് അവർക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. മാരി മീ. പ്രപ്പോസൽ. മൈ നൈറ്റ്സ് ആർ റെസ്റ്റ്ലെസ് വിത്ത് വറി. ഉറക്കമില്ലായ്മ വളരെയധികം അനുഭവിക്കുന്നുണ്ട് കേട്ടോ. നമ്പേഴ്സ് 3, 21, 12, 30. റീയൂണിയൻ. അത് നമ്മളുടെ റീഡിങ്ങിൽ വന്നിരുന്നു. ഐ എം ബോതേഡ് അബൌട്ട് മൈ സോഷ്യൽ ഇമേജ്. സോഷ്യൽ ഇമേജിനെ പറ്റിയിട്ട് അവർ ബോതേഡ് ആണെന്ന് പറയുന്നു. യു ഡ്രൈവിങ് മീ ക്രേസി. നിങ്ങളവരെ വട്ടുപിടിപ്പിക്കുകയാണെന്ന്. നെവർ ഗിവിങ് അപ്പ് ഓൺ യു. നിങ്ങളെ അവരും വിട്ടുകളയില്ല. ഐ കെയർ അബൌട്ട് യു. നിങ്ങളെപ്പറ്റി അവർ കെയർ എടുക്കുന്നുണ്ടെന്ന് പറയുകയാണ് കേട്ടോ. അത് വേണമല്ലോ അല്ലേ. ഐ വിൽ റിമെമ്പർ യു ഓൾ മൈ ലൈഫ്. നിങ്ങൾ ഒരിക്കലും അവർക്ക് മറക്കാൻ സാധിക്കില്ല. ഐ എം നെവർ ഗിവിങ് അപ്പ് ഓൺ യു അഗെയിൻ. നിങ്ങളെ ഒരിക്കലും അവർ വിടില്ല എന്ന് പറയുകയാണ്. ഐ എം ലോയൽ ടു യു, ട്രസ്റ്റ് മീ. അവർ നിങ്ങൾക്കായിട്ട് വിശ്വസ്തരായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഒരിക്കലും ചതിക്കാൻ വേണ്ടിയിട്ടല്ല റിലേഷനിൽ വന്നത്. അവർ വിശ്വസിക്കൂ എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റും ചെയ്യുക കേട്ടോ. പേഴ്സണൽ റീഡിങ് വേണ്ടവർ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്തോളൂ, നമുക്ക് ചെയ്യാം. വേറൊന്നുമില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.